നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ ആരെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ രാഷ്ട്രീയപരമായി മോശമാക്കാനോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം കേരളത്തിലെ ഏറ്റവും വലിയ നുണയൻ, കേരളത്തിലെ എന്തിനും ഇത്ര വലിയ കള്ളം പറയാനും ഒരു മടിയുമില്ലാത്ത വ്യക്തി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള വീര ദാമോദർ സതീശൻ സവർക്കറാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ ആദ്യം തന്നെ ക്ഷമയും ചോദിക്കുന്നു. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ആശയം കൊണ്ടാണ്, ആദർശം കൊണ്ടാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുള്ള ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും സാമൂഹിക സാംസ്കാരിക ക്ഷേമ പ്രവർത്തനങ്ങളിലായാലും നടത്തിയിട്ടുള്ള ഉന്നതങ്ങളായിട്ടുള്ള വികസനങ്ങൾ പറഞ്ഞാണ് നമ്മൾ ഈ ഇലക്ഷനെ നേരിടുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ വിഷമവുമുണ്ട്. മറ്റൊന്നുമല്ല, നമുക്കറിയാം, വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് പല നുണകളും പറയുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ നുണകൾ സ്വന്തം കുടുംബത്തിലോട്ട് വരെ എത്തിച്ചേർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രത്തോളം തരം താഴ്ന്ന ഒരു നേതാവാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. അച്ഛനും മകളും എന്നൊക്കെ പറയുന്നത് വളരെ പവിത്രമായ ഒരു ബന്ധമാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് വി.ഡി. സതീശന്റെ മകളാണ് എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ആ പെൺകുട്ടി വി.ഡി. സതീശന്റെ മകൾ തന്നെയാണെന്നാണ് ജാതിമത രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിലെ എല്ലാ മലയാളികളും വിശ്വസിക്കുന്നത്. ആ പെൺകുട്ടി സ്വർണവും ധരിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടികളായാൽ സ്വർണം ധരിക്കണം, സ്വർണം ധരിക്കുന്നത് തെറ്റുമല്ല. പക്ഷെ വി.ഡി. സതീശൻ പറയുന്നു വി.ഡി. സതീശന്റെ മകൾ സ്വർണം ധരിക്കത്തില്ല എന്ന്. എന്റെ കയ്യിലുള്ള സ്വർണം എന്ന് പറയുന്നത് എന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ ഭാര്യയിലുള്ള സ്വർണ്ണമാണ്. അല്ലാതെ ഞാൻ ഒരു പവൻ പുതിയതായിട്ട് മേടിച്ചിട്ടില്ല. എന്റെ മകള് സ്വർണം ധരിക്കില്ല, എന്റെ മകള് സ്വർണം ധരിക്കില്ല, എന്റെ മകള് സ്വർണം ധരിക്കില്ല, എന്റെ മകള് സ്വർണം ധരിക്കില്ല, എന്റെ മകള് സ്വർണം ധരിക്കില്ല. അപ്പൊ വി.ഡി. സതീശന്റെ മകൾ സ്വർണം ധരിക്കത്തില്ല എങ്കിൽ ഈ പെൺകുട്ടി എങ്ങനെ സ്വർണം ധരിക്കും? അപ്പൊ ഈ പെൺകുട്ടി സ്വർണം ധരിച്ചിട്ടുള്ളതാണെങ്കിൽ ഈ പെൺകുട്ടി എങ്ങനെ വി.ഡി. സതീശന്റെ മകളാകും? അതാണ് ഞാൻ പറഞ്ഞത്, ആരെയും ആക്ഷേപിക്കാനുള്ള വീഡിയോ അല്ല ഇത്. മറിച്ച് ഒരു പെരും നുണയന്റെ, ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വാ തുറക്കുന്ന, കേരളത്തിലെ മലയാളികളെ മൊത്തം വിഡ്ഢികളാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഇതുപോലെ ഒരു ഊള പ്രതിപക്ഷ നേതാവിന്റെ നുണ നിങ്ങളെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. വയനാട് ദുരന്തം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞപ്പോൾ ആ മരിച്ചുപോയ മനുഷ്യരുടെയും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെയും കഥകൾ പറഞ്ഞ് കള്ള കണ്ണീരൊഴുക്കി കോടികൾ പിരിച്ചവരാണ് ഈ പറയുന്ന വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. ഓരോ മലയാളികൾ ആ പിരിച്ച കാലം തൊട്ട് ഈ നിമിഷം വരെ, അതായത് 2026 ഏപ്രിൽ മാസം 1-ാം തീയതി, അതായത് വി.ഡി. സതീശന്റെ ജന്മദിനമായ, അതായത് വിഡ്ഢികളുടെ നുണയന്മാരുടെ ദിവസമാണെന്ന്, ആ ദിവസം തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, വയനാട് ദുരന്തത്തിന്റെ പേരിൽ നിങ്ങൾ എത്ര കോടി പിരിച്ചു കോൺഗ്രസെ? ഏത് ബാങ്കിലാണ് പിരിച്ചത് കോൺഗ്രസെ? അതിന്റെ കണക്ക് എത്രയാണ് കോൺഗ്രസെ? ആ പിരിച്ച പൈസ നിങ്ങൾ എന്തൊക്കെ ചെയ്തു കോൺഗ്രസെ? ഞങ്ങൾക്കറിയാം ആ പൈസ നിങ്ങൾ എന്തിനാണ് വിനിയോഗിച്ചതെന്ന്. കേരളത്തിൽ അങ്ങോളം പല പെൺകുട്ടികളെയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് അവർ ഗർഭിണിയാക്കി, അത് അവരെ ഗർഭചിത്രത്തിന് വിധേയരാക്കി, അത് കേസാവുമെന്ന് കണ്ടപ്പോൾ അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി, രാഹുൽ മാങ്കൂട്ടത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടി, രാഹുൽ മാങ്കൂട്ടത്തിന് PR വർക്ക് ചെയ്ത് വെളുപ്പിക്കാൻ വേണ്ടി 24 ന്യൂസിലെ ആഷ്മി താജ് എന്ന മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരനടക്കം അതിൽ നിന്നാണ് നിങ്ങൾ കോടികളെടുത്ത് ചെലവാക്കിയത്. അതിൽ നിന്നും കോടികളെടുത്താണ് നിങ്ങൾ കോൺഗ്രസിന്റെ PR വർക്ക് നടത്തുന്നത്. അതിൽ നിന്നും കോടികളെടുത്താണ് നിങ്ങൾ ഇലക്ഷൻ പ്രവർത്തനത്തിന് ചെലവാക്കുന്നത്. അതുകൊണ്ട് വി.ഡി. സതീശ, നിങ്ങളൊരു നുണയനാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ സ്വന്തം കുടുംബത്തിൽ പോലും, സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ പോലും നിങ്ങൾ ഇങ്ങനെ നുണകൾ പറയരുത്. നിങ്ങളുടെ കയ്യിൽ സ്വർണമുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ മകൾ സ്വർണം ധരിച്ചാലും ധരിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ സ്വർണം ധരിക്കുന്ന മകളെ നോക്കിയിട്ട് നിങ്ങളുടെ മകൾ സ്വർണം ധരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനെ അത് നിങ്ങളുടെ മകളല്ലാതിരിക്കണം. ഞാൻ എന്താ പറയണ്ടേ, എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് വി.ഡി. സതീശ, 4 വോട്ടിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി സ്വന്തം മകളെ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ വിനീതമായി വീണ്ടും ചോദിക്കുന്നു, വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന്റെ പേരിൽ നിങ്ങൾ എത്ര കോടി പിരിച്ചു വി.ഡി. സതീശ കോൺഗ്രസ്? അത് ഏത് ബാങ്കിലാണ് പിരിച്ചത് വി.ഡി. സതീശ കോൺഗ്രസ്? ആ പൈസ എന്തൊക്കെ ചെയ്തു വി.ഡി. സതീശ കോൺഗ്രസ്? ദയവായി നിങ്ങൾ ഉത്തരം തരൂ പ്ലീസ്. അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു.